ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു പുഡിങ് തയ്യാറാക്കി എടുത്താലോ. ഇനിയിപ്പോൾ എന്തായാലും ഒരു 2 ദിവസം കഴിയുമ്പോൾ പെരുന്നാളായി. അപ്പോൾ നമുക്കൊരു അടിപൊളി പുഡിങ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളിന് എല്ലാവരുടെ മുന്നിലും സ്റ്റാർ ആവാം. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് എല്ലാവരും ചോദിക്കും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സുകളും ഒരുപാട് നമുക്ക് കിട്ടാത്ത ഇൻഗ്രീഡിയൻസും അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടോ. എല്ലാം നമുക്ക് നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടുന്ന സാധനങ്ങളേ ഉള്ളേ. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ചൈന ഗ്രാസ് ആണേ. ഇതിപ്പോൾ 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് ആണ്. ചൈന ഗ്രാസ് ഒക്കെ ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. അല്ല, നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങി സൂക്ഷിച്ചാലും മതി, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാമല്ലോ. ഇതിപ്പോൾ 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് മുഴുവനായിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുതിരാനായിട്ട് മാറ്റി വെക്കണം. ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു പുഡിങ്ങാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഗുളു ജെല്ലി എഫക്റ്റിലുള്ള പുഡിങ്ങാണ് വേണ്ടതെങ്കിൽ 8 ഗ്രാം ചൈന ഗ്രാസ് എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് ബദാം വേണം. ഇതിപ്പോൾ ഒരു 4 മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിരിക്കുന്നതാണ്. 4 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കണം, എന്നാൽ മാത്രമേ അതിൻ്റെ തൊലി നന്നായിട്ട് കറക്റ്റായിട്ട് ഇളകി വരുള്ളൂ. നിങ്ങൾക്ക് അത്രയും കുതിർത്തിടാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ചെറിയ ചൂട് വെള്ളത്തിലിട്ട് വേണം കുതിർത്തെടുക്കാനായിട്ട്. കുതിർത്തെടുത്ത ബദാമിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്കതിനെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ആദ്യം ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് പാല്, ഒരു 1/4 കപ്പ് പാലൊഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്തതിനെ നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലെടുത്തിരിക്കുന്നത് 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ആ 1/2 ലിറ്റർ പാലിൽ നിന്നാണ് വളരെ കുറച്ച് പാല് ചേർത്തിട്ട് നമ്മൾ ബദാം അരച്ചെടുത്തത്. ആ 1/2 ലിറ്റർ പാലിലേക്ക് നമ്മൾ ബദാം അരച്ചതിനെ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുപ്പിൽ വെച്ചിട്ടല്ല, അല്ലാതെ നമ്മൾ ഈ ബദാം ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ആ ബദാമിൻ്റെ കട്ടകളെല്ലാം ഉടഞ്ഞ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. ഇത് 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്കുണ്ട്. ഇതിപ്പോൾ 400 ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ്, അതിൽ പകുതി ബോട്ടിലുണ്ടായിരുന്നു. അതാണ് 200 ഗ്രാം കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങ് പാത്രത്തിൻ്റെ അടിയിൽ പോയിട്ട് ഉറഞ്ഞവിടെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മധുരം കൂടി വേണമെന്നുള്ളതുകൊണ്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാര നല്ലതുപോലെ അലിയണം. പിന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം നല്ലതുപോലെ ഈ പാലിൽ യോജിച്ചതിന് ശേഷം മാത്രമേ നമുക്കിതിനെ ഫ്ലെയിം ഓണാക്കി അടുപ്പിലേക്ക് വെക്കാൻ പാടുള്ളൂ. അതുവരെ നമ്മൾ ഇതെല്ലാം ഫ്ലെയിം ഓണാക്കാതെ വേണം ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഒന്ന് മെൽറ്റായിട്ട് നമുക്ക് ആ പാത്രം ഒന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ചൈന ഗ്രാസ് അപ്പോഴേക്ക് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടേ, അതിനെ നല്ലതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അടുപ്പിൽ വെച്ചിട്ട് ചെറിയ തീയിൽ, നമ്മൾ ഏറ്റവും ചെറിയ ബർണറുണ്ടല്ലോ അതിൽ വെച്ചിട്ട് അതിൽ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഈ ചൈന ഗ്രാസ് മെൽറ്റാക്കി എടുക്കാനായിട്ട്. വലിയ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചൈന ഗ്രാസ് കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ മെൽറ്റാക്കി എടുക്കാം. ഈ ചൈന ഗ്രാസിൽ തീരെ വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2 സ്പൂൺ വെള്ളം കൂടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അലിയിച്ച് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി നമ്മുടെ പാലും ബദാം അരച്ചതും കണ്ടൻസ്ഡ് മിൽക്കും എല്ലാം കൂടിയൊക്കെ ചേർത്ത് ആ മിക്സിനെ അടുപ്പിലേക്ക് വയ്ക്കുക. അടുപ്പിലേക്ക് വെച്ചിട്ട് കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കണ്ടൻസ്ഡ് മിൽക്കും ബദാമും ഒക്കെ ചേർത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ നമ്മൾ അടി കട്ടിയുള്ള പാത്രം വേണം എടുക്കാൻ. പിന്നെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് ഹൈ ഫ്ലെയിം ആക്കി വെക്കാവുന്നതാണേ. ഈ പാല് നല്ലതുപോലെ തിളച്ച് വരണം, അതാണ് നമ്മുടെ പരുവം. പാല് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. കുറുകിപ്പോകാതെ ശ്രദ്ധിക്കുക. തിളച്ചാൽ മാത്രം മതി. തിളച്ച് കഴിയുമ്പോഴാണ് നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് ഉരുക്കി വെച്ചിരിക്കുന്നത് ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് ചേർക്കുന്നതിന് മുൻപ് നേരത്തെ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതാണല്ലോ. ഈ ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർക്കുന്നതിന് കുറച്ച് മുൻപ് ജസ്റ്റ് അതൊന്ന് ചൂടാക്കി കൊടുക്കുക. എന്നിട്ട് വേണം ഇതിലേക്ക് ചൈന ഗ്രാസ് ചേർക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ പാല് ഏകദേശമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചൈന ഗ്രാസ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നേ. ചൂടില്ലാത്ത ചൈന ഗ്രാസാണ് നമ്മൾ ഈ പാലിലേക്ക് ചേർക്കുന്നതുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പാല് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ ഈ പുഡിങ്ങിലെ ഏറ്റവും റിസ്ക് ഉള്ളൊരു പ്രോസസ്സ്.
പാലിലേക്ക് ചൈന ഗ്രാസ് ചേർക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് ചേർത്ത് ഈ പാല് പിരിഞ്ഞു പോകാതെ കിട്ടുകയാണെങ്കിൽ സക്സസ് ആയി. അപ്പോൾ അതിനുള്ള ഒരേ ഒരു വഴിയാണിത്. നമ്മുടെ ചൈന ഗ്രാസ് നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചാലും പാലിലേക്ക് ചേർക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. അത് നമ്മൾ ഏത് പുഡിങ് ചെയ്യുമ്പോഴും പാലിലേക്ക് ചൈന ഗ്രാസ് ചേർക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുഡിങ് നല്ല സെറ്റായിട്ട് കിട്ടും. പാല് പിരിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല. കാരണം ഇത് രണ്ടും ചൂടാണല്ലോ, അപ്പോൾ പിരിഞ്ഞു പോകത്തേ ഇല്ല കേട്ടോ. പിന്നെ ഈ ചൈന ഗ്രാസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊരു 5 മിനിറ്റോളം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചൈന ഗ്രാസിൻ്റെ ആ ഒരു മിക്സ് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏത് ട്രേയിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ബാറ്റർ മുഴുവൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ഈ ഒഴിച്ച കഴിയുമ്പോൾ ഇതിന് മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ബബിൾസ് നിൽക്കും. ആ ബബിൾസിനെ നമുക്ക് ആ സ്പൂണ് വെച്ചിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇല്ല എങ്കിൽ ഇതങ്ങ് സെറ്റായി കഴിയുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗം കാണാൻ അത്ര ഭംഗിയുണ്ടാവില്ലേ. അങ്ങനെ ബബിൾസ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഞാനൊരു മണ്ടത്തരം കാണിച്ചു. എന്താണെന്നറിയോ, ആ ചൂടോടുകൂടി തന്നെ അതിന് മുകളിൽ കുറച്ച് ബദാം ഞാൻ ക്രഷ് ചെയ്തത് ഇട്ടു. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ചൂടോടുകൂടിയാകുമ്പോൾ ഈ ബദാമിൻ്റെ ആ തൊലിയിലെ കളറുണ്ടല്ലോ, അത് നമ്മുടെ ആ പുഡിങ്ങിന് മുകൾ ഭാഗത്തായിട്ട് മുഴുവനായിട്ട് അങ്ങ് പരന്നിട്ടുണ്ടായിരുന്നു. എന്ത് മണ്ടത്തരമാണോ കാണിച്ചത്. അവസാനം ഈ പുഡിങ് സെറ്റായി വന്നപ്പോഴാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് തണുത്തതിന് ശേഷം എടുത്തു നോക്കിയപ്പോഴാണ് കാണുന്നത് അതിൻ്റെ ആ ഒരു വെള്ള കളറേ അങ്ങ് മാറിയിരിക്കുന്നു. എന്ത് ചെയ്യാനാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള മണ്ടത്തരം കാണിക്കരുത്. പുഡിങ് ഒന്ന് തണുത്തതിന് ശേഷം അതിലേക്ക് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് നട്ട്സ് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ പുഡിങ് നന്നായിട്ട് ആ ചൂടൊക്കെ മാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴാണ് പുഡിങ് നല്ല സെറ്റായിട്ട് കിട്ടുക. ഇതാ നമ്മുടെ പുഡിങ് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു അടിപൊളി ടേസ്റ്റാണ് ഈ പുഡിങ്ങിനുള്ളത്. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു പുഡിങ് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പെരുന്നാളിന് നമുക്ക് സ്റ്റാർ ആവാൻ പറ്റും. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മൾ പുഡിങ് തയ്യാറാക്കുമ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ചൈന ഗ്രാസ് മെൽറ്റ് ആക്കിയത് പാലിലേക്ക് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പുഡിങ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏത് തുടക്കക്കാർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് കാര്യം നിങ്ങൾ പരിഗണിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസുമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.